വാ. ചില്ലേ. അമ്മേ, എന്താ? അമ്മ മകളായി എന്നെ കാണുന്നത് ഒരു മഹാപാരയായിട്ടാ. ഞാൻ കാര്യം പറയുമ്പോ അതൊരു പാരയായി പോവെന്നല്ലാതെ ഞാൻ മനസ്സാ വാചാ കർമ്മണ ഒരു പാരയല്ല. ഞാൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാവ സ്ത്രീ അമ്മേ. ഓ, പാവ സ്ത്രീ. ഇവരോ ഒരു പാവം. പക്ഷേ എന്നെ കാണുമ്പോ, എന്റെ വർത്തമാനം കേൾക്കുമ്പോ എന്റെ കഷ്ടകാലത്തിന് ഞാനൊരു ദുഷ്ടസ്ത്രീ ആയിട്ട് എല്ലാവർക്കും തോന്നും. അതെങ്ങനെയാ ചേച്ചി? ചില മനുഷ്യരെ പഞ്ചപാവങ്ങളായിരിക്കും. പക്ഷേ അവരുടെ മുഖം കണ്ടാലേ 2 ഇടി കൊടുക്കാൻ മാത്രമേ തോന്നുള്ളൂ. അതവരുടെ തലവരെയാ. അല്ല, ചേച്ചി പറയാൻ വന്ന കാര്യം ചേച്ചി പറയ്. ആ മീനാക്ഷി ഉണ്ടല്ലോ, ആരൊക്കെ എത്രയൊക്കെ ന്യായീകരിച്ചാലും ശരി, അവൾ ഈ കുടുംബത്തിന് ഒട്ടും ചേർന്നവളല്ല. ഹാ, ദേ വന്നല്ലോ അവളുടെ വക്കീല്. അവൾ ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന അന്ന് മുതല് ഈ കുടുംബം ഒരു അഗ്നിപർവ്വതോ, ഏത് നിമിഷവും പൊട്ടാവുന്ന പുകയുന്ന ഒരു തീമല. ദേ, അത് സാവിത്രിച്ച് പറഞ്ഞത് കറക്റ്റാ. ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ ആ പെണ്ണിവിടെ ഉണ്ടാക്കുന്നത്. അതെ, ഇവിടെ സർവൈശ്വര്യ പൂജ നടക്കുമ്പോ അവൾ അവിടെ അവളുടെ അമ്മയുടെ 16 അടിയന്തരം നടത്തുന്നു. നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ച് നാണം കെടുത്തുന്നു. അതിനുശേഷം മ്യൂറൽ പെയിന്റിംഗ് നടത്താൻ വെച്ചിരുന്ന സാരിയില് പെയിന്റ് കമഴ്ത്തി ഉപദ്രവിക്കുന്നു. എന്തെല്ലാം ഉപദ്രവങ്ങള്. കാര്യം അമ്മ അടിച്ചോടിച്ചതാണെങ്കിലും എന്റെ ആങ്ങള തന്നെയല്ലേ ജയറാമേട്ടൻ. അങ്ങേരുടെ മകളാ ഈ സർപ്പസന്തതി. മറ്റൊരു ബന്ധം കൂടി ഉണ്ട് ചേച്ചി. രാമേട്ടന്റെ അനന്തരവള് കൂടിയാണ് ഈ മീനാക്ഷി. അത് പിന്നെ പോട്ടെ, ആ മാധുരിയുടെ വികല സന്തതിയല്ലേ. അമ്മ കേക്കുന്നില്ല ഞങ്ങൾ പറയുന്നത്? കേക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞോ. ഇവള്, ഈ പെണ്ണൊരുത്തി ഈ ചെമ്പകമംഗലത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ തകർക്കും അമ്മേ. രാജലക്ഷ്മി അമ്മയുടെ കൊച്ചുമകളാവാനുള്ള യോഗ്യതയൊന്നും അവക്കില്ല. തറുതല പറിച്ചില്ല ഡോക്ടറേറ്റ് നേടിയവളാ അവള്. യാതൊരു സംസ്കാരവും ഇല്ല. ആദ്യം കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചതാ ഇവള് വെറും സംസ്കാരശൂന്യാന്ന്. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ? മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത് ഒരു അഭിമാനമാണെന്ന് കരുതരുത്. അമ്മേ, മീനാക്ഷിയും ഈ കുടുംബത്തിലെ അംഗമാണ്. അവളെ കുറിച്ച് കുറ്റം പറയുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ? കാർത്തി, മുത്തശ്ശി, നീ ഇതിൽ ഇടപെടണ്ട. സാവിത്രിയും മാലതിയും പറയുന്നതിൽ കാര്യമുണ്ട്, അവര് പറയട്ടെ. ചേച്ചി, ബാക്കിയോട് പറയൂ. അവളെ ഒരിക്കലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റില്ല. അവൾ ചെയ്തത് കുറ്റം തന്നെ. ഇവിടെ ഉണ്ടു ഉറങ്ങി സുഖിച്ച് ജീവിക്കുന്ന അവള് നമ്മളെ വിഡ്ഢികളാക്കുകയല്ലേ ചെയ്തത്. ഈ കുടുംബം ആരെ വെറുക്കുന്നോ അവളുടെ ബലിയിടാൻ ഇവളെ ഒളിച്ചും പാത്തും പോയിരിക്കുന്നു. അവള് പടിയിറക്കി വിടണോ അമ്മേ? തല്ലൊന്നും വേണ്ട, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. അവളെ ആ ഇന്ദ്രജയുടെ അടുത്തേക്ക് വിട്ടേക്ക്. അവളുടെ വല്യമ്മയല്ലേ അവള്, അവളെ ഏറ്റെടുക്കട്ടെ. അതെ, അവള് വല്ല ഗൾഫിലും കൊണ്ടുപോക്കോളും. അവിടെ ചെന്ന് ഈന്തപ്പഴം കഴിച്ച് ഒട്ടകത്തിന്റെ പാലും കുടിച്ച് ജീവിച്ചോട്ടെ. ഞാനും അങ്ങനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നേ. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. ചെല്ല്, അവളെ എന്തായാലും ഈ ചെമ്പകമംഗലത്ത് വേണ്ട. ശരിയമ്മേ, വാ മാലു.
മുത്തശ്ശി. മീനാക്ഷി, എന്താ ഇത്? എഴുന്നേക്ക്. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. എഴുന്നേക്കാൻ. മരിച്ചുപോയ ഒരാളോടുള്ള അവസാനത്തെ കടമയാ ഞാൻ ചെയ്തു തീർത്തത്. എന്നും ശാന്തി കിട്ടാതലേന്ന് എന്റെ അമ്മയുടെ ആത്മാവ് ഈ കുടുംബത്തിന്റെ മേലെ ഒരിക്കലും ഒരു ശാപമായി മാറരുത്. അതും കൂടി കരുതിയിട്ടാ ഞാനിത് ചെയ്തത്. എനിക്കറിയാം എന്റെ അമ്മ മുത്തശ്ശിയോടും ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹം. ഞാൻ ഇങ്ങനെ ഒരു കർമ്മം ചെയ്ത അതിവിടെ എല്ലാവരെയും വേദനിപ്പിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ ആരെയും ഒന്നും അറിയിക്കാതെ ഈ കർമ്മം ചെയ്തത്. ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും അവരെനിക്ക് ജന്മം തന്ന അമ്മയല്ലേ മുത്തശ്ശി. എല്ലാവരെയും പോലെ എനിക്കവരെ തള്ളിക്കളയാനാവോ മുത്തശ്ശി? ഞാൻ ചെയ്തത് മുത്തശ്ശിയുടെ മനസ്സിനെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. മുത്തശ്ശിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പഴയതുപോലെ ഔട്ട് ഹൗസിൽ പോയി താമസിച്ചോളാം. എന്നാലും എന്നെ ഇവിടുന്ന് പണിയിറക്കി വിടരുത്. പടിയിറക്കി വിടാനല്ല, കുലദൈവങ്ങളെ സാക്ഷി നിർത്തി കുടുംബക്ഷേത്രത്തിൽ വെച്ച് നിന്നെ പടിയേറ്റ് നടത്തി സ്വീകരിച്ചതും സ്വന്തമാക്കിയതും. നിനക്കുള്ള സ്ഥാനം ചെമ്പകമംഗലം തറവാട്ടിലല്ല, ഈ മുത്തശ്ശിയുടെ ഹൃദയത്തിലാ. എന്റേത് മാത്രമാണെന്ന് നീ എന്ന് വിശ്വസിക്കുമ്പോ നീ മറ്റുള്ളവരുടേതായി പോവോന്നുള്ള പേടി കൊണ്ട് മുത്തശ്ശി വഴികിട്ടതാ. മകളുടെ മകളോട് അനുപമമായ സ്നേഹം മകളോടുള്ളതിനേക്കാൾ ഇരട്ടിയ. എന്റെ കുഞ്ഞിന് മറ്റൊരവകാശം ഉണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് വിലപ്പെട്ടവളാ എന്റെ പൊന്നുമോളെ ഞങ്ങൾക്ക്. മോളെ, അല്ല, ACP ഇവിടെ എന്താ ഒറ്റയ്ക്ക്? ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്തതിന് കാരണം അസ്വസ്ഥതകൾ. എന്താണാവോ അങ്ങയുടെ മനസ്സിനെ ആകമാനോ അലട്ടുന്ന അസ്വസ്ഥതകൾ? അസ്വസ്ഥതകളില്ലാത്തതാണ് ഇപ്പൊ എന്റെ അസ്വസ്ഥത. ഞാൻ ടെറസിലേക്ക് പോയത് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ. രാത്രി 12:30 മണിക്ക് ടെറസിൽ ഒറ്റയ്ക്കോ? അതിനെന്താ, രാത്രി 12:30 ടെറസിൽ ഒറ്റയ്ക്കിരുന്നൂടെ? അല്ല, പാതിരാത്രി കഴിഞ്ഞ പ്രേതങ്ങളുടെ സഞ്ചാരം. കാട്ടിലെ മൃഗങ്ങളും
നാട്ടിലെ പ്രേതങ്ങൾ. ചുടലയക്ഷി, വടയക്ഷി, മാടൻ, മറുത, അറുകൊല. ഇതൊക്കെ പ്രേതങ്ങളുടെ പേരുകളാണോ? അതെ. പക്ഷേ ഈ പോലീസുകാർക്ക് ഒരു പ്രേതങ്ങളെയും പേടിയില്ല. ആ മീനാക്ഷി, നീ ടെറസിലേക്ക് വരുന്നോ? എനിക്കേ വട്ടില്ല ACP. ടെറസിൽ നിന്നാലേ അനന്ത കോടി നക്ഷത്രങ്ങളെയും കാണാം. നടുവിൽ ചന്ദ്രക്കലയും കാണാം. ഒഴുകി വരുന്ന മേടമാസക്കാറ്റിൽ ലയിച്ചു നിൽക്കാം. ഓ പൈങ്കിളി പൈങ്കിളി. ആ നീ വാ, ഇതിന്റെ കൂടെ ഒരു നിര പ്രേതങ്ങളെയും ഞാൻ കാണിച്ചു തരാം. നീ വാ. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കമില്ല. മുറിയിലിരുന്ന മാധുരിയും അച്ഛനെയും ഓർത്ത് കരയേണ്ടി വരും. എന്നാ പിന്നെ കുറച്ചു നേരം പോയി ടെറസിലിരിക്കാം. ഇതെന്താ, ദീപാവലിയാണോ? നീ അവിടെ നിന്ന് താഴേക്ക് നോക്ക്, നക്ഷത്രങ്ങളുടെ ദീപാവലി കാണാം. നോക്ക്. ഇതെന്താ ഇത്? മുത്തച്ഛന്റെ മീനാക്ഷി കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശിയുടെ പൊന്നുമോൾക്ക് പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശി. പൊന്നുമോൾക്ക് അമ്മയുടെ പിറന്നാൾ ആശംസകൾ. ഇതിന്റെ എല്ലാം ഡയറക്ടർ ദേവമ്മയാ. ബർത്ത്ഡേ മധുരമായി മോൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ നന്ദിനി? എന്നാ നമുക്ക് പായസം കുടിച്ചോണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അത് പിന്നെ എടുത്തേ, അമ്മ മകൾക്ക് തൊട്ടു കൊടുത്തുകൊണ്ട് അത് ആരംഭിക്കാം. ഓ എന്റെ കുഞ്ഞിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദീർഘായുസും കൊടുക്കണേ എന്റെ ഭഗവാനെ. ഈ ഷർട്ടിന്റെ കൈ ഒന്ന് മടക്കി വെക്കന്റെ മനുഷ്യ. ഓ ഇതൊക്കെ മതി. ഞാൻ പറഞ്ഞ ഷർട്ടോ ഇട്ടില്ല. ഇതെങ്കിലും ഒന്ന് കേക്കന്റെ രാമേട്ട. ഭാര്യ പറയുന്ന ഒന്ന് അനുസരിക്ക്. നീ പറയുന്ന അനുസരിച്ചല്ലേ ഞാൻ പടുകുടിയിൽ വീഴത്തേ ഉള്ളൂ. ദേ മനുഷ്യ, കാര്യം എന്റെ ശത്രുവാണെങ്കിലും മീനാക്ഷിയുടെ പിറന്നാൾ ദിവസം ഇന്ന്. ദേ ഇന്നെങ്കിലും നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട. വഴക്ക് വേണ്ടെന്ന് ഞാൻ പറയുന്നതേ, ഇന്ന് സെലിബ്രിറ്റി വരുന്നോണ്ടാ. അതിന് നമ്മൾ ഇന്നലെ കണ്ട ആ അനുരാഗഗാനം പോലെ സീരിയലിലെ നായകനില്ലേ, പ്രിൻസ്. അപ്പൊ അതുകൊണ്ടാ വഴക്കുണ്ടാക്കണ്ടെന്ന് പറയുന്നത്. അല്ലാതെ പിറന്നാളാഘോഷം അനുകൂലപ്പെടാതിരിക്കാനല്ല. നിങ്ങൾ റെഡിയായി കഴിഞ്ഞോ? ആ ഞങ്ങൾ റെഡിയായി, അടിയും തുടങ്ങി.
അടി തുടങ്ങിന്നോ? ചുമ്മാ ഈ കർക്കിടകത്തിലെ ആകാശം പോലെ നമ്മൾ തമ്മിലുള്ള ഉടക്ക് സർവ്വസാധാരണമാണല്ലോ. ഏയ് അടിയൊന്നും തുടങ്ങിയിട്ടില്ല അല്ലേ? ആ മോനെ, ചാമേട്ടാ സെലിബ്രിറ്റി വന്നില്ലല്ലോ അമ്മേ. വന്നിട്ടില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? നല്ല സാരി കേട്ടോ. താങ്ക് യു അമ്മേ. അമ്മേ ഇല്ല, ചെറിയൊരു ഗിഫ്റ്റ് ഒറ്റയ്ക്ക് ഉണ്ടല്ലോ. നമ്മുടെ പിറന്നാളുകാരി ഇതുവരെയും സന്നിഗ്ധയായില്ലേ? വന്നില്ല അച്ഛാ. അച്ഛനെപ്പോഴും ഈ കൊച്ചുമോൾ അടുത്ത് തന്നെ വേണം. എന്നിട്ട് മീനാക്ഷി കൊച്ചെന്ന് വിളിച്ചോണ്ടിരിക്കണം. ഇത്തിരി ഉറക്കെ പറയടി, എല്ലാരും കേൾക്കാമല്ലോ. അയ്യോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞത് ഞാൻ കേട്ടു. ഇവരെ കൂടെ കേൾപ്പിക്കാനാ ഉറക്കെ പറയാൻ പറഞ്ഞത്. പോട്ടെ കൈമളേട്ടാ, കൊറേ നാള് മുമ്പ് വരെ അച്ഛന്റെ പുന്നാരമോളല്ലായിരുന്നോ ഇവള്? പുന്നാരിച്ച് തല തിരിഞ്ഞു പോയതാ. പോട്ടേച്ചി. ആ ദേ, മീനാക്ഷി കൊച്ചും ഒക്കെ വന്നല്ലോ. സാവിത്രി, നിന്നോട് ഞാൻ വലിയ സീരിയസ് ആയിട്ട് പറയാ. ഇന്ന് ഇവിടെ നടക്കുന്നത് വലിയൊരു ചടങ്ങാ. മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷം. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിശിഷ്ടാതിഥിയും വരുന്നുണ്ട്. നീ നാവിട്ടലച്ച് മറ്റുള്ളവരെ നാണം കെടുത്താൻ നോക്കിയ ഉറപ്പായിട്ടും നീ പരസ്യമായി എന്റെ തല്ലി മേടിക്കും. പറഞ്ഞത് മനസ്സിലായോ? ദേ സെലിബ്രേറ്റ് വന്നു. കൈമളേട്ടാ, വാ മോനെ, അച്ഛാ അതിങ്ങെടുക്ക് കൊടുക്ക്. കൊടുക്കണ്ട. ദാ പിടിച്ച്. വാ, വാടി. സ്വപ്നമായി കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനും ജീവനിൽ മനസാകയായി വിരിയുമ്പോൾ മഴവിൽ പൂക്കുമ്പോൾ നമസ്കാരം. കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനും ജീവനിൽ. സ്വാഗതം. താങ്ക് യു. ഞങ്ങളുടെ ഈ ചെറുഭവനത്തിലേക്ക് സ്വാഗതം. ചെറുഭവനോ? ഈ ചെമ്പകമംഗലം ചെറുഭവനമെന്ന് പറഞ്ഞ് അമിത വിനയൊന്നും കാണിക്കല്ലേ. ഇതൊരു വലിയ ചിത്രകാരിയുടെ വലിയ വീടല്ലേ? ഓ,
വരൂ, അകത്തേക്കിരിക്കാം. ആയിക്കോട്ടെ. വരൂ. ആ.